നമസ്കാരം. കേരള പോലീസിൽ RSS ഗ്യാങ് ഉണ്ടെന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച CPI നേതാവ് ആനി രാജയുടെ വാക്കുകൾ കുറച്ചൊന്നുമല്ല പിണറായി വിജയൻ സർക്കാരിനെ വെട്ടിലാക്കിയത്. ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്കേറ്റ പ്രഹരം തന്നെയായിരുന്നു ആനി രാജയുടെ ആ വാക്കുകൾ. മിക്കപ്പോഴും സംസ്ഥാന CPI നേതൃത്വത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ മടി കാണിക്കാത്ത നേതാവാണ് അവർ. കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആനി പറഞ്ഞതിനെതിരെ മുഖ്യമന്ത്രി അടക്കം ഇടതു നേതാക്കൾ അവരെ അടുത്തിടെ വിമർശിച്ചിരുന്നു. പക്ഷേ ആനി രാജ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കേരള പോലീസിലെ പുഴുക്കുത്തുകളെ കുറിച്ച് പലപ്പോഴും വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ CPIയുടെ തന്നെ ദേശീയ നേതാവ് CPM മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ തുറന്നടിക്കുമ്പോൾ അത് മറ്റു പല തലങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. കേരളത്തിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച സർക്കാർ നയത്തിനെതിരെ സംസ്ഥാന പോലീസിൽ നിന്ന് ബോധപൂർവ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും ഇതിനായി പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്നുമായിരുന്നു ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയും CPI നേതാവുമായ ആനി രാജയുടെ ആരോപണം. ആറ്റിങ്ങലിൽ മൊബൈൽ ഫോൺ മോഷണം ആരോപിച്ച് അച്ഛനെയും മകളെയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ അപമാനിച്ചതും, കൊല്ലത്ത് സാമൂഹിക വിരുദ്ധരെ ഭയന്ന അമ്മയ്ക്കും 2 മക്കൾക്കും ട്രെയിനിൽ കഴിയേണ്ടി വന്നതും, കണ്ണൂരിൽ ഭർത്തൃവീട്ടിൽ യുവതി ജീവനൊടുക്കിയതുമെല്ലാം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആനി രാജ തന്റെ ആരോപണം സാധൂകരിച്ചത്. പരാതി നൽകിയിട്ടും പല കേസുകളിലും ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. സ്ത്രീ സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമാണത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഗൗരവത്തോടെ എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിനൊക്കെ പുറമെ രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാനത്ത് പ്രത്യേക വകുപ്പും സ്വതന്ത്ര മന്ത്രിയും വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും LDF കൺവീനർക്കും കത്ത് നൽകുമെന്നാണ് ആനി രാജ പറയുന്നത്. അതായത് നിലവിൽ സ്ത്രീ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ പ്രത്യേക മന്ത്രി വേണമെന്ന ആനി രാജയുടെ ആവശ്യത്തിന്റെ രത്ന ചുരുക്കം എന്തായിരിക്കുമെന്ന് മനസ്സിലായി കാണുമല്ലോ. എല്ലാത്തിലും കൈയിട്ട് വാരാതെ ഒന്നങ്ങ് മാറി നിൽക്കേണ്ട പിണറായി എന്ന് തന്നെ. എന്തായാലും ആനി രാജ അടുത്ത കാലത്തായി പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും പരോക്ഷമായി വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയന്റെ ഭരണ പരാജയങ്ങളിലേക്കാണ്. എന്നാൽ ഇപ്പോഴിത് പരോക്ഷ പ്രതികരണങ്ങൾ അവസാനിപ്പിച്ച പിണറായിയുടെ പരസ്യ യുദ്ധത്തിനിറങ്ങുകയാണ് ആനി രാജ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോക്ക് ശരിയല്ലെന്ന് തുറന്നടിക്കുകയായിരുന്നു CPI ദേശീയ നേതാവ് ആനി രാജ. മുഖ്യമന്ത്രി പിണറായിക്കും സർക്കാരിനും വഴി തെറ്റുന്നുണ്ടെങ്കിൽ അതിനെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം LDFനുണ്ടെന്ന് ആനി രാജ പറഞ്ഞു. മുഖ്യമന്ത്രിയെ തിരുത്തുന്നതിൽ ഇടതു നേതൃത്വം പരാജയപ്പെട്ടു. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണെന്നും ആനി രാജ പറയുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 40 വണ്ടികളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്നത് കേരളത്തിലെ LDFന്റെ നേതൃത്വം കാണുന്നില്ലേ? പാർട്ടി നേതൃത്വം ഇതൊന്നും കാണുന്നില്ലേ എന്നും ആനി രാജ ചോദിച്ചു. ഒരു ദേശീയ മാധ്യമത്തിന്റെ വാർഷിക പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് ആനി രാജ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയത്. LDFന്റെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അവർ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ ശ്രമിക്കുന്നില്ല? അദ്ദേഹത്തിന് അരഗൻസ് ആണെന്നാണ് മറ്റൊരു ആക്ഷേപം. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് എന്നും ആനി രാജ പറയുന്നു. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യം വന്നെങ്കിൽ മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റിന് ചേരാത്ത പോലെ പെരുമാറി. അങ്ങനെ ഒരു പരാജയത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുപോയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം LDF ലീഡർഷിപ്പിനാണ് എന്നും ആനി രാജ പറയുന്നു. സ്ത്രീപക്ഷ വിഷയങ്ങളിലും സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പലപ്പോഴും വളരെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ ആർജവം കാണിക്കാറുള്ള വ്യക്തിയാണ് ആനി രാജ. ലൈംഗികാരോപണം നേരിട്ട നടനും ഇടത് MLAയുമായ മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന ആനി രാജയാണ് ആദ്യം ആവശ്യപ്പെടുന്നതും. നന്ദി.